നമസ്കാരം. രാജ്യമനസാക്ഷിയെ പിടിച്ചുലച്ച സംഭവമായിരുന്നു 1990 സരള ഭട്ട് കേസ്. ഇതിലെ നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്താകുകയാണ്. സരള ഭട്ടിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിലെ മുഖ്യ ആസൂത്രകൻ കശ്മീരിലെ വിഘടനവാദി നേതാവായിട്ടുള്ള JKLFന്റെ തലവനായിട്ടുള്ള യാസിൻ മാലിക്കാണ് എന്നുള്ളതാണ്. 1990 ഏപ്രിൽ 19 സരള ഭട്ടിനെ അവർ ജോലി ചെയ്തിരുന്ന ആശുപത്രിക്ക് സമീപത്ത് വച്ചെന്ന് തട്ടിക്കൊണ്ടു പോകുകയും പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തുകയുമായിരുന്നു. ഷറി കശ്മീരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നേഴ്സായിരുന്നു സരള ഭട്ട്. സരള ഭട്ടിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെയാണ് അന്ന് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. അത് മാത്രമല്ല, അവരുടെ ശവസംസ്കാര ചടങ്ങിൽ പോലും 200ഓളം ചെറുപ്പക്കാർ, JKLFൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള 200ഓളം ഭീകരവാദി ചെറുപ്പക്കാർ അവിടേക്ക് ഇരച്ചെത്തുകയും സരള ഭട്ടിന്റെ ചിതാഭസ്മം അശുദ്ധമാക്കുകയും തട്ടിമറിക്കുകയും ആ ചടങ്ങ് പോലും അലങ്കോലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. അന്ന് അവിടെ കൂടിയ സരള ഭട്ടിന്റെ ബന്ധുക്കൾ യാചിച്ചതിന് ശേഷം മാത്രമാണ് ഒരല്പം ചാരമെങ്കിലും അവർ വിട്ടുകൊടുത്തത്. അന്ന് രാത്രി തന്നെ സരള ഭട്ടിന്റെ വീട്ടിലേക്ക് അവർ ബോംബെറിയുകയും ചെയ്തു. അതെല്ലാം ഓർമ്മിച്ചെടുക്കുകയാണ് അവരുടെ ബന്ധുവായ PK ഭട്ട്. എന്തായാലും വളരെയധികം ക്രൂരമായ ആക്രമണം തന്നെയായിരുന്നു അന്ന് സരള ഭട്ടും കുടുംബവും നേരിട്ടത്. സരള ഭട്ടും കുടുംബവും മാത്രമല്ല, അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ പലരും കൊല ചെയ്യപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ പീഡനത്തിന് ഇരയാക്കപ്പെടുകയായിരുന്നു. സരള ഭട്ടിന്റെ കൊലപാതകത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. പിന്നെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നതിൻ്റെയൊക്കെ നിജസ്ഥിതികൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അതിനൊക്കെ അപ്പുറം സരള ഭട്ടിന്റെ കൊലപാതകിയായ ഈ യാസിൻ മാലിക്കിനെയാണ് 2006 സമാധാന ചർച്ചയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് തന്നെ അങ്ങോട്ട് പോയി കണ്ടത്. അയാളുടെ കാല് പിടിക്കാൻ തയ്യാറായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അത്തരത്തിലുള്ള നാണം കെട്ട സംഭവത്തെ നമുക്കൊരിക്കലും വിസ്മരിക്കാനാകില്ല. ഇന്നും അത്തരത്തിലുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസിനകത്ത് ഉള്ളത് എന്ന ലജ്ജിപ്പിക്കുന്ന സംഭവം കൂടി നമുക്ക് വിസ്മരിക്കാനാവില്ല. നിരവധിയായിട്ടുള്ള നേതാക്കന്മാരാണ് ഇപ്പോഴും യാസിൻ മാലിക് ജയിൽ മോചിതനാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ചെറിയ കേസിനൊന്നുമല്ല, ഭീകരവാദ കേസിനാണ് ഇപ്പോഴും അയാൾ അകത്ത് കിടക്കുന്നത്. 2018 മുതൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. തീർച്ചയായിട്ടും അയാൾ ഇനി പുറത്തേക്ക് വരുവാൻ പാടില്ല. അത്രയേറെ കുറ്റകൃത്യങ്ങൾ ഈ JKLFന്റെ തലവനായിട്ടുള്ള യാസിൻ മാലിക് കശ്മീരിൽ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. വളരെയധികം നല്ല ഗൃഹാന്തരീക്ഷങ്ങളിൽ ജീവിച്ചിരുന്ന കശ്മീരി പണ്ഡിറ്റുകൾക്ക് പിന്നെ കഴിയേണ്ടി വന്നത് തെരുവോരങ്ങളിലായിരുന്നു, ടെന്റുകളിലായിരുന്നു, ഓടകളിലായിരുന്നു. അതിനൊക്കെ കാരണക്കാരനായിരുന്നു യാസിൻ മാലിക്. ഇയാളെ അങ്ങോട്ട് പോയി കണ്ടിട്ടുള്ള മറ്റൊരു പ്രമുഖ മലയാളിയായിട്ടുള്ള സാഹിത്യകാരി, മനുഷ്യാവകാശ പ്രവർത്തകയായിട്ടുള്ള അരുന്ധതി റോയാണ്. അരുന്ധതി റോയ്ക്ക് ഒരു മനുഷ്യാവകാശവുമില്ല, ഒരു മനുഷ്യാവകാശ പ്രവർത്തകയുമല്ല അവർ. മനുഷ്യനെ ക്രൂരമായി അവൻ്റെ മാംസം കടിച്ച് തിന്നുവാൻ ആഗ്രഹിക്കുന്ന മതഭീകരവാദിയുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന അവരെ എന്താണ് പറയേണ്ടത് എന്ന ഒരു ഭാരതീയന് ചിലപ്പോൾ സംശയം തോന്നും. അത്രയേറെ ക്രൂരമായ പദങ്ങളൊന്നും തന്നെ ഭാഷയിൽ ഇല്ലാത്തതാണ് അതിൻ്റെ കാരണം. അത്രയേറെ ക്രൂരമായ രീതിയിലാണ് അവർ ഭാരതത്തിൻ്റെ വിഭജനവുമായും ഭാരതത്തിനകത്ത് ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന യാസിൻ മാലിക്കിനെ പോലുള്ള ആൾക്കാരെ പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുള്ളത്. യാസിൻ മാലിക്കിന് ഇന്ത്യയുടെ നേതാക്കന്മാരെ മാത്രമല്ല പരിചയം, അതേസമയം തന്നെ പാകിസ്ഥാനിലെ ഭീകരവാദികളുമായിട്ട് അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. ജമാഅത്ത് ഉദ്ദാവ തലവൻ ആയിട്ടുള്ള മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ഹഫീസ് സയ്യിദുമായിട്ട് ഇയാൾക്ക് അടുത്ത ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഹഫീസ് സയ്യിദ് ജി, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഹഫീസ് സയ്യിദ് ജിയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് യാസിൻ മാലിക്കിന് ഉണ്ടായിരുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, സീതാറാം യെച്ചൂരിയൊക്കെ യാസിൻ മാലിക്കിനെ അങ്ങോട്ട് പോയി കണ്ടിട്ടുണ്ട് പലതവണ. അത്തരത്തിലുള്ള യാസിൻ മാലിക്കാണ് ഈ സരള ഭട്ട് കേസിലെ മുഖ്യ ആസൂത്രകൻ. ഇയാൾ ഇനി ഒരു കാരണവശാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അത്രയേറെ വലിയ ക്രൂരതയാണ് സരള ഭട്ടിന്റെ ശവശരീരത്തിനോട് പോലും ഇയാൾ കാണിച്ചു കൂട്ടിയത് എന്നുള്ളതാണ് മനസ്സ്
പഠിപ്പിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള കാര്യം. ഇന്ന് അത് ഓർത്തെടുക്കുമ്പോൾ കാശ്മീരിലെ ഇവരുടെ ബന്ധുക്കൾ സരള ഭട്ടിന്റെ ബന്ധുക്കൾ കണ്ണുനീർ പൊഴിക്കുകയാണ്. അവർ അത്യധികം ദേഷ്യത്തോടു കൂടിയാണ് പറയുന്നത്, ഇന്നും ഇത്തരത്തിലുള്ള നേതാക്കന്മാരുണ്ട് എന്ന്. അതായത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോഴും യാസിൻ മാലിക്കുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നത്. രാജ്യം ഒരിക്കലും ഇവരോട് പൊറുക്കുവാൻ പാടില്ല, ഇവരോട് ക്ഷമിക്കുവാൻ പാടില്ല. യാസിൻ മാലിക്കിന് ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുവാനും പാടില്ല.